ഇന്നത്തെ ദിവസവും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്തു തീർക്കാനായിട്ട് പറ്റിയില്ലല്ലോ, എനിക്കൊന്നിനും സമയം തികയുന്നില്ലല്ലോ. ഇങ്ങനെ പലപ്പോഴും സ്വയം പറയേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും സമയം കിട്ടാത്തതിന്റെ പേരിൽ ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടാവും അല്ലേ? ഇന്ന് ഈ കാര്യം ചെയ്യണം, അതൊന്ന് തീർക്കണം, കുറച്ച് സമയം എനിക്ക് വേണ്ടിയും കൂടി മാറ്റിവെക്കണം എന്നൊക്കെ വിചാരിച്ചായിരിക്കും ദിവസവും തുടങ്ങുന്നത്. പക്ഷേ ഉണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, അയ്യോ ഇന്ന് ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ വിചാരിച്ച ഒരു കാര്യവും നടന്നില്ലല്ലോ. ഇങ്ങനെ ചില ദിവസങ്ങളിൽ തോന്നാറില്ലേ? സത്യത്തിൽ നമുക്ക് സമയമില്ലാത്തതാണോ പ്രശ്നം, അതോ നമുക്കുള്ള സമയത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാത്തതാണോ നമ്മുടെ പ്രശ്നം? കാരണം ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ ചിലർക്ക് ആ 24 മണിക്കൂറിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നു. മറ്റു ചിലർ ദിവസം മുഴുവൻ തിരക്കിലായിരുന്നിട്ടും രാത്രിയാകുമ്പോൾ എനിക്കൊന്നിനും സമയം കിട്ടിയില്ല എന്ന് വിഷമിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമയം എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സമയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ട് കൂടി നമുക്ക് പറ്റും. കാരണം സമയം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് രാവിലെ മുതൽ രാത്രി വരെ അതനുസരിച്ച് ജീവിക്കുക എന്നതല്ല. നമ്മുടെ ദിവസത്തിൽ നിന്ന് നമ്മൾ അറിയാതെ ചോർന്നു പോകുന്ന ചെറിയ ചെറിയ സമയങ്ങളെ തിരിച്ചു പിടിക്കുക എന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ്, എല്ലാം ഒരുമിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ഇപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ തന്നെ ഒന്ന് എടുത്തു നോക്കിക്കേ. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളായിരിക്കും. ഇന്ന് ബാങ്കിൽ പോകണം, ഒരു ഫോൺ ചെയ്യണം, വീട്ടിലെ ഒരു കാര്യം തീർക്കണം, കുട്ടിയുടെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, വൈകുന്നേരം വേറൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം ഒരുമിച്ച് ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും? പണി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ മനസ്സ് ക്ഷീണിക്കും. അതിനു പകരം ഇന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് മാത്രമാവണം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഉദാഹരണത്തിന്, നമുക്ക് രാവിലെ പുറത്തു പോയി ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിനു മുമ്പേ വേറെ 10 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണ്ട. പ്രധാനപ്പെട്ട കാര്യം ആദ്യം തീർക്കാന്നേ, ബാക്കി കാര്യങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യാം. അതുപോലെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇന്ന് 5 ചാപ്റ്റർ പഠിക്കണം എന്ന് ചിന്തിച്ചിരുന്നാൽ പഠിക്കാൻ തന്നെ മടിയാകും. അതിനു പകരം ഇന്ന് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചാൽ തുടങ്ങാൻ എളുപ്പമാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നോക്കുന്നതിന് പകരം ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ടെൻഷൻ തന്നെ പകുതി കുറയും. ഇനി ഞാൻ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് എനിക്ക് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് സമയപരിധി നിശ്ചയിക്കുക എന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾക്കും സമയപരിധി നിശ്ചയിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും വിജയിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇന്ന കാര്യം ഇന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളത് കൂടി നമ്മൾ തീരുമാനിച്ചിരിക്കണം. ഓരോ കാര്യത്തിനും സമയപരിധി നമ്മൾ ആദ്യം തന്നെ നിശ്ചയിക്കുക. എന്നിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. സമയപരിധി ഒന്നും നിശ്ചയിക്കാതെയാണ് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുന്നതെങ്കിൽ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് മടി വരുമ്പോൾ നമ്മൾ അത് നിർത്തിവെക്കും. അതേ സ്ഥാനത്ത് ഒരു സമയപരിധി നമ്മൾ ആദ്യമേ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് മടി വന്നാൽ പോലും ഇത് ഇന്ന ടൈമിൽ തന്നെ ചെയ്തു തീർക്കണം എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. രാവിലെ ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങും. അതിനിടയിലായിരിക്കും നമുക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. അന്നേരത്തേന് അത് ചെയ്യാനായിട്ട് പോകും. അതിനിടയിൽ വേറൊരു കാര്യം കാണും, അതും ചെയ്യാൻ തുടങ്ങും. അവസാനം ആദ്യം തുടങ്ങിയ കാര്യം അവിടെ തന്നെ കിടക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരു മുറി വൃത്തിയാക്കണം എന്ന് വെക്കാം. വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഡ്രസ്സ് അവിടെ കിടക്കുന്നത് കണ്ടത്. അത് അലമാരയിൽ വെക്കാനായിട്ട് പോകും. അലമാര തുറന്നപ്പോഴോ വേറെ സാധനങ്ങൾ നമ്മൾ കാണും. അതൊന്ന് ഒതുക്കാൻ തുടങ്ങും. അപ്പോഴേക്കും മേശയിൽ കിടക്കുന്ന മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടും. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ പണിയെടുത്തിട്ടും ആദ്യം തുടങ്ങിയ ആ മുറി തന്നെ ശരിയായിട്ട് തീർന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തീർത്തിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകാനൊന്ന് ശ്രമിക്കാം. ഇത് ആദ്യം തീർക്കാം, പിന്നെ അടുത്തത് നോക്കാമെന്ന്. ഇത് വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ. പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു കാര്യം തീർത്ത് അടുത്തതിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സമയം ശരിക്കും ലാഭിക്കുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റാണ്, ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു സമയം വെക്കുക എന്നുള്ളത്. അതായത് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റും? പിന്നെയും അത് നീണ്ടു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ ശീലം തുടങ്ങാം. 1 മണിക്കൂർ പഠിക്കണം, 1 മണിക്കൂർ ജോലി ചെയ്യണം, 1 മണിക്കൂർ ഉറങ്ങണം. 1 മണിക്കൂർ പഠിക്കണം, 1 മണിക്കൂർ ജോലി ചെയ്യണം. 1 മണിക്കൂർ ഉറങ്ങണം.
ഉദാഹരണത്തിന് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഈ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലങ്ങ് തീരുമാനിക്കുക. സമയം വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും നോക്കാതെ അത് നമ്മൾ ചെയ്യണം. വീട്ടിലെ ചെറിയ ജോലിയായാലും പഠിക്കാനുള്ളൊരു കാര്യമാണെങ്കിലും ജോലിയിലെ വേറൊരു കാര്യമാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ഓരോ കാര്യത്തിനും ഒരു ചെറിയ സമയം കൊടുത്താൽ ദിവസവും നമ്മുടെ കയ്യിൽ നിന്ന് സമയം അങ്ങോട്ട് പോകാതെ നമ്മൾ ദിവസത്തെ കുറച്ചെങ്കിലും നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നമ്മുടെ ഒരു പോയിന്റാണ് ചെറിയ സമയം കിട്ടുമ്പോൾ ചെറിയൊരു കാര്യം തീർക്കുക എന്നത്. നമുക്ക് പലപ്പോഴും 10-15 മിനിറ്റൊക്കെ സമയം കിട്ടും. പക്ഷേ അത് ചെറിയ സമയമാണല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാതെ നമ്മളത് കളയും. ഉദാഹരണത്തിന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ മേശയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കാം. അടുക്കളയിലാണെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. ഇനി നാളത്തേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോഴേ ഒന്ന് എടുത്തു വെക്കാം. ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് ക്രമപ്പെടുത്തി വെക്കാം. ഇതൊക്കെ വലിയ ജോലിയല്ല. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന ചെറിയ സമയത്ത് ചെറിയ കാര്യങ്ങൾ തീർത്തുകൊണ്ടിരുന്നാൽ പിന്നീട് നമുക്ക് ഒരുമിച്ച് ഒരുപാട് പണികൾ ചെയ്യേണ്ടി വരില്ല. സമയം കിട്ടിയാൽ വലിയൊരു കാര്യം ചെയ്യണം എന്നല്ല, കിട്ടുന്ന സമയത്തിനനുസരിച്ച് ചെറിയൊരു കാര്യം തീർക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ദിവസം അറിയാതെ തന്നെ കുറെ കൂടി എളുപ്പമായിട്ട് തുടങ്ങും. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരേപോലെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. നമ്മൾ പലപ്പോഴും ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സമയം പോകും. അതായത് വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താവും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കാര്യം നമുക്ക് ഓർമ്മ വരുന്നത്. അത് അപ്പോൾ തന്നെ നമ്മളിങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വാങ്ങുക. അതേപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചെയ്യുന്നതിന് പകരം അതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ നോക്കാം. ഇപ്പം നമുക്ക് കുറച്ച് വസ്ത്രങ്ങൾ മടക്കാനുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 എടുത്ത് മടക്കുന്നതിന് പകരം ഒരുമിച്ചിരുന്ന് അതെല്ലാം അങ്ങ് തീർക്കുക. അടുക്കളയിലെ കാര്യവും ഇതേപോലെ തന്നെയാണ്. ഓരോ സാധനവും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഓരോ തവണയും വലിയ രീതിയിൽ വൃത്തിയാക്കാൻ നിൽക്കുന്നതിന് പകരം പണി തീർന്ന ശേഷം ഒരുമിച്ചൊന്ന് വൃത്തിയാക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പഠിച്ചാൽ ഒരേ കാര്യത്തിനായിട്ട് വീണ്ടും വീണ്ടും സമയം മാറ്റി വെക്കേണ്ടി വരില്ല. നമ്മുടെ സമയവും ലാഭിക്കാം, മനസ്സിലെ തിരക്കും കുറയും. സമയം നിയന്ത്രിക്കുക എന്നത് കൂടുതൽ വേഗത്തിൽ പണി ചെയ്യുക എന്നല്ല, ഒരേ കാര്യത്തിനായിട്ട് വീണ്ടും വീണ്ടും സമയം ചെലവാക്കാതെ നോക്കുക എന്നതുകൂടിയാണ്. അപ്പോൾ സമയം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് കിട്ടുന്ന സമയത്തെ ഒന്ന് ശ്രദ്ധിച്ചുപയോഗിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഓരോ കാര്യവും അതിൻ്റെ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. അത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ സമയം നമ്മൾ കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പതുക്കെ നമ്മുടെ ദിവസങ്ങളും ജീവിതവും തന്നെ മാറി തുടങ്ങും. അപ്പോൾ ഇന്നു മുതൽ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്ക് സമയമില്ല എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ സമയം എവിടെയാണ് പോകുന്നത് എന്നൊന്ന് ചിന്തിക്കൂ. അത്രയും മതി. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.